ശ്രീ ജി പി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തെ ആരെയാണ്, സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടികിട്ടുമോ ഇല്ലയോ എന്നതിനേക്കാളൊക്കെ ഉപരി ഇത് നൽകുന്ന ഒരു പൊതു ആശയമുണ്ട്. കാരണം സിനിമ വളരെ, ഈ വിനു കിരിയത്ത് പറഞ്ഞതുപോലെ, വളരെ ക്ലോസ്ഡായ ഒരു സൊസൈറ്റിയാണ്. അത് എന്തോ ഒരു എലൈറ്റ് പൊസിഷനുണ്ട്, അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊന്നുമല്ല, ഇതൊക്കെ നിയമത്തിനും നാടിനും വിധേയമാണ് എന്നതിൻ്റെ സന്ദേശം നൽകാനാകുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണിത് എന്ന് കണ്ടുകൂടെ? ഇത്തരത്തിലൊരു ശുദ്ധീകരണ പ്രക്രിയയുടെ ശുഭകരമായ തുടക്കം ആയി ഇതിനെ കാണാമോ ശ്രീ ജി പി? ഇതിനെ നമ്മൾ കാണേണ്ടത് ഒരു ചരിത്രപരമായ ഒരു അവസ്ഥയിലൂടെയാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, നമ്മളുടെ കേരള സമൂഹം, സിനിമ മാത്രമല്ല, കേരളത്തിലെ സാംസ്കാരിക സമൂഹം എന്ന് പറയുന്നത് നാടുവാഴിത്തത്തിന്റെ അംശങ്ങൾ പരിപൂർണമായി മാറ്റാത്ത, ആ നാടുവാഴിത്തത്തിന്റെ ജാതി മൂല്യങ്ങൾ, ലിംഗമൂല്യങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ, വർഗമൂല്യങ്ങൾ, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടുപോകുന്ന, അത് ഇപ്പോഴും തങ്ങളുടെ വരേണ്യതയായി നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു സമൂഹമാണ്. ഇതിന്റെ മൂല്യങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ചും 90-കൾക്ക് ശേഷമുള്ള നമ്മുടെ സിനിമ ആഘോഷിച്ചത്. അതിൽ തമ്പുരാക്കന്മാർ വന്നു. ഇപ്പൊ പൂരം കലക്കുന്ന ന്യൂസ് നിങ്ങൾ കണ്ടു. ഈ പൂരം നടത്താൻ വേണ്ടിയിട്ടൊരു തമ്പുരാൻ, പിന്നെ എന്താ പറയാ, ബോംബെയിലെ ഖരാനകൾ എല്ലാം കീഴടക്കി, ഹിന്ദുസ്ഥാനി ഖരാനകൾ കീഴടക്കി, പിന്നെ ധാരാവി കീഴടക്കി, പൂരം നടത്താൻ വരുന്ന നായകൻ, ഇങ്ങനെയുള്ള ഒറ്റപ്പാലത്തേക്ക്, ഇതെല്ലാം ഈ തരത്തിലുള്ള നാടുവാഴികളായ നായകന്മാരും നാടുവാഴികളായ അവർ സ്ത്രീകളെ ആക്രമിക്കുന്നതും അവർ സ്ത്രീകളെ ചവിട്ടിക്കൂട്ടുന്നതുമായ കഥകൾ ഇവിടെ കൊണ്ടുവന്ന് ഇവരെല്ലാം, അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഇവരെ പലരെയും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ ഒരു വ്യക്തിയും പ്രത്യേകമായിട്ട് പറയുന്നില്ല. പല നടന്മാരും, പല തിരക്കഥാകൃത്തുക്കളും സംവിധായകരും എല്ലാം തന്നെ ഇവരുടെ കഥാപാത്രത്തിന്റെ തടവിലാണ്. അല്ലെങ്കിൽ ഇവരുണ്ടാക്കിയ കഥാപാത്രങ്ങളെ ജനങ്ങൾ സ്വീകരിച്ചതിന്റെ ആഹ്ലാദത്തിൽ ആ രീതിയിലാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഇവർ വിചാരിക്കുന്ന ഇവർ കഥാപാത്രങ്ങളാണെന്നത്. ആ കഥാപാത്രങ്ങളായിട്ട് അതുകൊണ്ടാണ് ഇവര് കോടതി നടപടികളെയും പോലീസിനെ പോലും അല്ലെങ്കിൽ പലപ്പോഴും വെല്ലുവിളിക്കുകയും, അങ്ങനെ കാണികൾ, ഇവരുടെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഈ പവർ ഗ്രൂപ്പിന്റെ ഇതിന് ആഘാതം ഏറ്റുവാങ്ങിയ ഒരാളാണ്. ഒരു നിരൂപകൻ എന്നുള്ള രീതിയിൽ എന്റെ ലേഖനങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില പ്രസിദ്ധീകരണങ്ങളിൽ കൊടുക്കരുത് എന്ന് അവരുടെ പത്രാധിപന്മാരോട് വരെ ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണിയുണ്ട് എന്ന് ചില പത്രാധിപന്മാര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, ഞാനിത് മറ്റു രീതിയിൽ അപ്പൊ ആ രീതിയിലുള്ള ഈ പവർ ഗ്രൂപ്പ് ഏതൊക്കെ രീതിയിൽ ആളുകളെ നിശബ്ദരാക്കുകയും ഈ പറഞ്ഞ രീതിയിൽ ഒരു നാടുവാഴിത്തം നശിച്ച, കേരളത്തിൽ നിന്ന് നാടുവാഴിത്തം പോയതാണ്. ആ പോയ നാടുവാഴിത്തത്തിന്റെ പുതിയ രീതിയിൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവർ സിനിമയിലൂടെ ശ്രമിക്കുകയും അത്തരം കഥകളിലൂടെ ഇവർ കേരളത്തിന് മുകളിൽ ഒരു സാംസ്കാരിക ആധിപത്യം സ്ഥാപിക്കാൻ, ജാതീയമായ ആധിപത്യം, ലിംഗപരമായ ആധിപത്യം, വർഗപരമായ ആധിപത്യം, അതിന്റെ ആ കഥാപാത്രങ്ങളുടെ തടവിൽ തന്നെ ഇവർ പെട്ടതുകൊണ്ടാണ് ഇവർ ഇത്രയും ജീർണമായ ഒരു അവസ്ഥയിലേക്ക് ഇവർ ഇന്ന് കേരളത്തിൽ നിന്നാണ് ഒളിച്ചോടുന്നത്.